ആ കല്യാണം കഴിക്കാം, പക്ഷേ വധൂവരന്മാർ ഒന്നിച്ച് ജീവിക്കരുത് എന്ന് പറയും പോലെ ഒരു ജാതി ഷോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ശിവൻകുട്ടിയെ കണക്കിന് പരിഹസിക്കുകയാണ് ഡോക്ടർ ജിൻഡോ ജോൺ. ജിൻഡോ ജോണ് അതിന്റെ കൂടെ ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. എന്താണ്? ഈ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രതികരണമാണ്, ശിവൻകുട്ടി നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണമാണ് അതിന്റെ കൂടെ പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് ശിവൻകുട്ടിയുടെ പ്രതികരണം? കഴിഞ്ഞ ദിവസം ഈ പി എം ശ്രീയിൽ ഒപ്പുവെച്ചതുമായ ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിൽ പിന്നെ ഇന്ന് ഒരു ന്യായീകരണവുമായി എത്തിയിരിക്കുകയാണ് ആര്? ഈ പറയുന്ന ശിവൻകുട്ടി. എന്താണ് ന്യായീകരണം? ന്യായീകരണം എന്ന് പറയുന്നത്, സ്കൂളുകളുടെ ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് കൈമാറില്ല, നടപടികളിലേക്ക് കടക്കേണ്ട എന്നാണ് തീരുമാനം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ ഒന്ന് ഒപ്പുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ PM ശ്രീ പദ്ധതിയിലെ സ്കൂളുകൾ ഏതൊക്കെയാണ് എന്നോ അല്ലെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയുമായ നടപടികൾ അതിലേക്കൊന്നും കടക്കില്ല എന്നാണ് ഈ പറയുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന നട്ടലില്ലാത്ത RSS ഏജന്റിന്റെ അടുത്ത ന്യായീകരണമൊക്കെ കൊള്ളാം. അടിമകൾ അത് വിശ്വസിക്കുമായിരിക്കും. മനസ്സിലായില്ലേ? അന്തം കമ്മി അടിമകള് അത് വിശ്വസിക്കായിരിക്കും. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ഒരുത്തനും ഈ പറയുന്ന ശിവൻകുട്ടിയുടെ ഈ ന്യായീകരണത്തെ വിശ്വസിക്കില്ല. അതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് കേന്ദ്ര സർക്കാർ RSSന്റെ അജണ്ടകൾക്കനുസരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ആർക്ക് വേണമെങ്കിലും പങ്കാളിയാവാം, പങ്കാളിയാവാതിരിക്കാം. അതൊക്കെ സംസ്ഥാനങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കൽ അതിൽ സൈൻ ചെയ്ത് നമ്മൾ അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നടപ്പിലാക്കുകയല്ലാതെ വേറെ വഴികളില്ല. മനസ്സിലായില്ലേ? അതല്ലാതെ ഞങ്ങൾ നടപ്പിലാക്കൂല, ഞങ്ങൾ ഒരു എന്താ പറയണ്ട, ഒരു മജക്ക് വേണ്ടി പോയി ഒപ്പിട്ടതാണ് അല്ലെങ്കിൽ ഒരു രസത്തിന് ഒപ്പിട്ടതാണ് എന്ന് പറയുന്ന പരിപാടി ഒന്നും ഇതില്ല. ഇതിപ്പോ ഈ പറയുന്ന ശിവൻകുട്ടി പറഞ്ഞ പോലെ ആദ്യ രാത്രി കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു റൂമിലാണ് കിടക്കുന്നത്. പക്ഷേ അന്യോന്യം തൊടാൻ പറ്റൂല. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട് ശിവൻകുട്ടിയുടെ ക്യാപ്സ്യൂളാ? നമ്മളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ക്യാപ്സ്യൂളാ. മനസ്സിലായില്ലേ? അത്രയേ ഉണ്ടാവുള്ളൂ ഇവരുടെ നിലവാരമൊക്കെ. ഈ പറയുന്ന ഇവരുടെ നിലവാരം, ഈ പറയുന്ന ന്യായീകരണങ്ങൾക്ക് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂളുകളുടെ നിലവാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം PM ശ്രീയിൽ ആദ്യം കഴിഞ്ഞ വർഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറയുന്ന ശിവൻകുട്ടി ആണല്ലോ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വർഷം ആദ്യത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ച സമയത്ത് പോലും അന്ന് ശിവൻകുട്ടി പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാൻ അനുവദിക്കില്ല, ഇത് വർഗീയവൽക്കരണമാണ്, ഇത് RSSന്റെ അജണ്ടയാണ് എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന ശിവൻകുട്ടിക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല. അത് തന്നെയാണ് കാര്യം, അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അതാണെന്നുള്ളത് ശിവൻകുട്ടിക്ക് അറിയാം. പക്ഷേ ഈ പറയുന്ന മെയിലാണ് 2025 മെയില് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് PM ശ്രീയെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞതാണ്, ഈ വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാൻ, കാവ്യവൽക്കരിക്കാൻ, RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല, PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴവര് ഒപ്പുവെച്ചിരിക്കുന്നു. ഇവ പല ന്യായീകരണങ്ങളും പുറത്തു പറയുന്നുണ്ട്. ഇന്നലെ LDFന്റെ കൺവീനർ TP രാമകൃഷ്ണൻ, പേരാമ്പ്രയിലെ MLA ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിക്കാൻ ഈ പറയുന്ന നിർദ്ദേശം നൽകിയ ഈ MLA ഇന്നലെ പറഞ്ഞത്, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പിട്ടത്, വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് അറിയില്ല, ഇനി ഞങ്ങള് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാല് ഒപ്പിട്ടത് പിൻവലിക്കാൻ പറ്റുക? ഇയാളെന്താ മണ്ടനാണ്? അതാ മരമണ്ടനാണ്? പൊട്ടനാണ്? അല്ല ജനങ്ങളെ പൊട്ടനാക്കുകയാണ്? ഈ കേൾക്കുന്ന ആളുകളെ, കേരളത്തിലെ പൊതുസമൂഹത്തെ വിഡ്ഢിയാക്കുകയാണ് ഇയാള്. ഒരു വട്ടം ഒപ്പിടുക, എന്നിട്ട് പോകും, പിന്നെ കഴിയുമ്പോൾ ഇല്ല ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതവിടെ പോയിട്ട് മായ്ച്ചു കളയാൻ പറ്റുക? എന്ത് മന്ദബുദ്ധിയാണ് ഇയാൾ പറയുന്നത്? ഞങ്ങൾ ഇനി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. എന്ത് ചർച്ച? CPIയും ബിനോയ് വിശ്വത്തിന്റെ മന്ത്രിമാരും ഇത് പറ്റില്ല എന്ന് തീർത്ത് പറയുമ്പോ, ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീർത്ത് പറയുമ്പോ നിങ്ങൾ അവിടെ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് തട്ടി മാറ്റിക്കൊണ്ട് പോയി ഒപ്പിട്ടിട്ട് ഇനി ആ ഒപ്പ് പോയി മായ്ച്ചെടുക്കുമോ? ഇതെന്താ പെൻസിൽ കൊണ്ട്, നമ്മൾ സാധാരണ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ പെൻസിൽ കൊണ്ട്
ഒരുമാതിരി കുട്ടികൾ ഈ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് പിന്നെ എറേസർ വെച്ചിട്ട് മായ്ച്ച് കളഞ്ഞിട്ട് വീണ്ടും വരക്കുന്ന ഏർപ്പാട് അതാണെന്നാണോ LDF കൺവീനർ വിചാരിക്കുന്നത്? ഇയാളെന്താ പൊട്ടനാണോ? അതോ മരമണ്ടനോ? അതോ ജനങ്ങളെ പൊട്ടനാക്കുകയാണോ? ആണോ? എനിക്ക് തോന്നുന്നു ഇയാൾ ജനങ്ങളെ പൊട്ടനാക്കിയല്ലേ. ഈ PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് ഇനി ഞങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടനാണോ? ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഈ പറയുന്ന മണ്ടൻ വീണ്ടും വീണ്ടും ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് PM ശ്രീ എന്താണെന്നും അതിന്റെ അജണ്ടകൾ എന്താണെന്നും നല്ല വ്യക്തമായ ബോധ്യമുണ്ടായിട്ട് അതിൽ പോയി ഒപ്പിട്ടിട്ട് വന്നിട്ട് ഇനിയും ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്? ഈ പറയുന്ന എല്ലാ കൊല്ലും ഇങ്ങനെ റിന്യൂ ചെയ്യുന്ന പുതുക്കുന്ന ഒരു കരാറൊന്നല്ല. ഇതിന്റെ കൂടെ ഒരു വട്ടം ഭാഗമായി കഴിഞ്ഞാൽ അതായി, പിന്നെ ആ പദ്ധതിയിലാണ്. ആ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനൊന്നും സാധിക്കില്ല. ഇവർ ഈ പറയുന്ന ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നത് പോലെയല്ല. ഇവർ പറയുന്ന ക്യാപ്സ്യൂളുകൾ വെള്ളം തൊടാതെ വിഴുങ്ങാൻ അന്തംഗമ്മ അടിമകൾ ഉണ്ടാകും. ആ അടിമകൾ അങ്ങനെ അത് വിഴുങ്ങുമായിരിക്കും. പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ആരും വാശി പിടിക്കരുത്. നിങ്ങളുടെ മണ്ടത്തരങ്ങള്, നിങ്ങളുടെ പൊട്ടത്തരങ്ങൾ ഞങ്ങൾ വിശ്വസിക്കണമെന്ന് നിങ്ങൾ ആരും വാശി പിടിക്കരുത്. വളരെ വ്യക്തമായ ധാരണയോട് കൂടി തന്നെയാണ് RSSന്റെ കാൽച്ചുവട്ടിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ കൊണ്ടുപോയി ഈ തീറെഴുതി അതിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ചിട്ട് വന്നിട്ട് വീണ്ടും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അടിമകൾ പറയുന്നത് ഓരോ കൊല്ലം പുതുക്കും, അടുത്ത കൊല്ലം UDF അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളിത് പുതുക്കണ്ട. അങ്ങനെ ഒന്നില്ല. ഇതിൽ ഒരു പദ്ധതിയിൽ ഒരു തവണ ഒപ്പിട്ടതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതിയിലാണ് കാലാകാലം. അതല്ലാതെ അതിൽ വേറെ പിന്നെ ആ പദ്ധതി ഇല്ലാതെയാവണം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള PM ശ്രീ പദ്ധതി എന്ന് പറയുന്ന ആ പദ്ധതി ഇല്ലാതെയായി കഴിഞ്ഞാൽ ആ പദ്ധതിയിൽ നിന്ന് പുറത്തു വരാം. അതല്ലാതെ ആ പദ്ധതി നിലനിൽക്കുന്ന കാലത്തോളം ഈ പദ്ധതിയിൽ ഒരു തവണ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് കൊല്ലം കൊല്ലം പുതുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വ്യക്തമായ ധാരണ ശിവൻകുട്ടിക്കുണ്ട്, പിണറായി വിജയനുണ്ട്, LDFന്റെ നേതാക്കൾക്കുണ്ട്, സഖാവ് ഗോവിന്ദനുണ്ട്, ഈ പറയുന്ന TP രാമകൃഷ്ണനുണ്ട്, എല്ലാ സഖാക്കന്മാർക്കും ഉണ്ട്. ഇതൊന്നും ബോധ്യമില്ലാഞ്ഞിട്ടൊന്നല്ല. അതല്ലേ കൊന്നാലും 10,000 കോടിയല്ല 1,00,000 കോടി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ഈ RSSന്റെ നാഗ്പൂരിൽ അജണ്ടക്ക് ഞങ്ങളില്ല എന്ന് ഈ പറയുന്ന സ്റ്റാലിൻ പറയുന്നത്. എന്നിട്ട് ഇവരൊക്കെ ഇപ്പൊ ന്യായീകരണം ഒപ്പിട്ടതിനുള്ള അടുത്ത ന്യായീകരണം അന്തംഗമ്മികൾ എന്താ പറയുന്നത്? ഈ പറയുന്ന തെലുങ്കാനയിലും കർണാടകയിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ ഈ പറയുന്ന സർക്കാരുകൾ ഒപ്പിട്ടല്ലോ എന്ന്. അവിടെയൊക്കെ കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്. കോൺഗ്രസ് എപ്പോ അധികാരത്തിൽ വന്നത്? ഹിമാചലിൽ 2023 മാർച്ചില്. തെലുങ്കാനയിലും ഈ പറയുന്ന കർണാടകയിലും എപ്പോ അധികാരത്തിൽ വന്നത്? 2023 ഡിസംബറിൽ. ഇതിനു മുമ്പ് 2022 ഒക്ടോബറിൽ തന്നെ, എന്ന് പറഞ്ഞാൽ 2022 സെപ്റ്റംബറിൽ PM ശ്രീ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ആ സെപ്റ്റംബറിലും ഒക്ടോബറിലും തന്നെ ഈ പറയുന്ന ഹിമാചലും കർണാടകയും തെലുങ്കാനയും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്നൊക്കെ അവിടെ ആരാ ഭരിക്കുന്നത്? അവിടെ BJPയുടെ NDAയുടെ മുന്നണിയാണ് അവിടെ ഭരിക്കുന്നത്. അവരന്നേ അതിൽ ഒപ്പിട്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞു. ഒരു വട്ടം ഇതിൽ ഒപ്പിട്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഇത് തോന്നും പോലെ മായ്ച്ചു കളയാനും എല്ലാ കൊല്ലം പുതുക്കേണ്ട സാധനമൊന്നല്ല. ഇതൊരു ടേം, ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് തന്നെ ഒരു 4 വർഷത്തെ കാലാവധിയാ. ആ 4 വർഷം കൊണ്ട് ഒരു സ്കൂൾ ഘട്ടം ഘട്ടമായി ഇതിന്റെ പദ്ധതികൾ നടപ്പിലാക്കും. അങ്ങനെയാണ് ഈ PM ശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ആ ഗൂഗിളിൽ നിന്ന് കയറി നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഒപ്പിട്ടിട്ട് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത് ഞങ്ങൾ കൂടെ കിടക്കൂല, ഞങ്ങൾ സെക്ഷലി ഇന്റർകോഴ്സ് ആവൂല എന്നൊന്നും പറഞ്ഞാൽ ശരിയാവൂല. അത് നടക്കാത്ത കാര്യമല്ലേ. അതേപോലെയാണ് ഇപ്പോ ഈ പറയുന്ന ശിവൻകുട്ടി പറയുന്നത്. ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ കൂടെ കിടക്കാൻ ഞങ്ങളില്ല. എങ്ങനെയുണ്ട് മനസ്സിലായില്ലേ? ക്യാപ്സ്യൂളുകൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ, ക്യാപ്സ്യൂളുകൾ അന്തംഗമ്മി അടിമകൾ വിഴുങ്ങും. കേരളത്തിലെ ജനതയെ അതിന് കിട്ടില്ല. അതാണ് ജിൻഡോ ജോൺ പറഞ്ഞിരിക്കുന്നത്. ഇമാതിരി ഉടായ്പായിട്ട് ഇറങ്ങിയ ഈ പറയുന്ന സഖാക്കളെ എന്ത് ചെയ്യണമെന്ന് കേരളത്തിലെ പൊതുസമൂഹം പൊതുനിരത്തിൽ നിർത്തി ഇവരെ വിചാരണ ചെയ്യും. ഉറപ്പാണ്. കാലം അധികം വിദൂരമല്ല. അടുത്ത് തന്നെ 2026 തെരഞ്ഞെടുപ്പ്. ഇതിനൊക്കെ മറുപടി കൊടുക്കാനുള്ള അവസരമായിട്ട് കേരളത്തിലെ ജനം കാത്തിരിക്കുകയാണ്. ഒരു തർക്കവും ഇല്ല ആ കാര്യത്തിൽ.